ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നിമിഷം നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം. നമ്മൾ ദൈവത്തോടൊത്ത് ഉപവാസത്തിലും പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും പ്രായശ്ചിത്തത്തിലും പരിഹാരത്തിലും വിശുദ്ധിയിൽ ആയിരിക്കുന്ന നൊയമ്പ് കാലമാണല്ലോ. ഈ നൊയമ്പ് കാലത്ത് യെശയ്യാ പ്രവാചകനിലൂടെ 58 അധ്യായം 3 മുതലുള്ള വചനങ്ങളിൽ ദൈവ തിരുവചനം ഇപ്രകാരം നമ്മോട് അരുളി ചെയ്യുകയാണ്: യഥാർത്ഥമായ ഉപവാസം. ഞങ്ങൾ എന്തിന് ഉപവസിച്ചു അങ്ങ് കാണുന്നില്ലല്ലോ? ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ? എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി കൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിൽ എത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല. ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം, ഞാങ്ങണ പോലെ തല കുനിക്കുന്നതും ചാക്കുവിരിച്ച് ചാരവും വിതറി കിടക്കുന്നതും ആണോ അത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസം എന്നും വിളിക്കുക? 6ഉം 7ഉം തിരുവചനം ദൈവം നമ്മളോട് പറയുകയാണ്: ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. സ്നേഹമുള്ളവരെ, 6ഉം 7ഉം തിരുവചനം ധ്യാനിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റൊരു സുവിശേഷ ഭാഗമാണ് വിശുദ്ധ മത്തായി സുവിശേഷം 25 അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങൾ. അവസാന വിധിയെക്കുറിച്ച് കർത്താവ് സുവിശേഷത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിൽ പ്രധാനമായി 35ഉം 36ഉം തിരുവചനങ്ങൾ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. നമ്മൾ ഈ സുവിശേഷ ഭാഗം പഠിക്കുമ്പോൾ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന തിരുവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. അവസാന വിധിയിൽ കർത്താവ് നമ്മളോട് കണക്ക് ചോദിക്കുന്നത് നിന്റെ സഹോദരന് വേണ്ടി, നിന്റെ അയൽക്കാരന് വേണ്ടി നമ്മൾ എന്തെല്ലാം നന്മ ചെയ്തു എന്നാണ്. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 58 അധ്യായത്തിൽ 6ഉം 7ഉം തിരുവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ചെവികളിൽ മുഴങ്ങിക്കേൾക്കുന്നത് ഈ ലോകത്തിൽ അനുനിമിഷം നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളുടെ വലിയ നിലവിളിയാണ്. നമ്മുടെ പരിശുദ്ധ അമ്മ ദൈവമാതാവ് ഫാത്തിമയിലെ ദർശനത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഭൂമിയിൽ മഞ്ഞു പെയ്യുന്നത് പോലെയാണ് നരകത്തിലേക്ക് ഓരോ നിമിഷവും ആത്മാക്കൾ പതിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നൊയമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും കാലത്തിൽ വളരെ പ്രത്യേകമായി നമ്മുടെ വിശുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥനയിൽ പ്രായശ്ചിത്തത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും നിലവിളി ദൈവ തിരുമുമ്പിൽ ഉയർത്താം. ദൈവം 8 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരം പറയുകയാണ്: അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി പറയും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം
അന്ധകാരത്തിൽ ഉദിക്കും. നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെ ആകും. പ്രിയമുള്ളവരെ, ഈ ഒരു ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ദൈവം ഈ നോയമ്പ് കാലത്ത് നമ്മളെല്ലാം സമൃദ്ധമായി കൃപകളാൽ നിറക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ.